ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് സീതായനം. കൃഷ്ണായനത്തിന് ശേഷം കൃഷ്ണായനം തുടർച്ചയായിട്ട് 7-8 വർഷങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ വർഷം അവതരിപ്പിക്കുന്ന പ്രധാന കഥ സീതായനമാണ്. അപ്പോൾ സീതായനം രാമായണമാണ്. ഈ രാമായണത്തിൽ വാൽമീകി മഹർഷി അവതരിക്കുന്നത് രാമായണം രാമൻ്റെ കഥയല്ല, സീതയുടെ കഥയാണെന്നാണ്. അപ്പോൾ നല്ലൊരു കഥയുടെ ഒരു പ്ലോട്ട് അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് ഇത് എഴുതാൻ കാരണം. അത് എങ്ങനെ അല്ല, അങ്ങനെയല്ല, ഞാൻ സ്വന്തമായിട്ടാണ് എഴുതുന്നത്, വേറെ ആരും എഴുതുന്നതല്ല. പക്ഷെ ഞാൻ അതിനെപ്പറ്റി വായിക്കും. വളരെ മനോഹരമായ ഒരു ഇതാണ് വാൽമീകി രാമായണം. ആ കടലെടുത്ത ആ തിരുവചനം ഞാൻ നമ്മൾ രാമായണ കഥ പൊതുവെ കേട്ട് നമ്മുടെ മനസ്സിൽ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നേരെ തിരിച്ച് രാമൻ്റെ കഥയല്ല, അത് സീതയുടെ കഥയാണ്. ഒരു സ്ത്രീപക്ഷപാതം വാൽമീകിക്കില്ലേന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പം ഞാൻ അതിൻ്റെ നിരൂപണം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഭംഗ്യന്തരേണ അങ്ങനെ ഒരു സ്ത്രീപക്ഷപാതം വാൽമീകിക്കുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വാൽമീകി രാമായണത്തിലെ ആ സീതയുടെ കഥ വളരെ ഭംഗിയായിട്ട് ഞാനൊന്ന് തയ്യാറാക്കി, അതിൻ്റെ പാട്ടുകൾ തയ്യാറാക്കി. ഈ വർഷം എനിക്ക് സീതായനം അവതരിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഈ വർഷം നിങ്ങൾ എനിക്ക് വേദി തന്നു എന്നെ സഹായിക്കണം. വളരെ നല്ല കഥയാണ് സീതായനം, വളരെ നല്ല കഥയാണ്. ഇതുവരെ ആരും കേൾക്കാത്ത ഒരു കഥയാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത, ചിന്തിക്കാത്ത ഒരു ട്രാക്കിലാണ് കഥ ഉള്ളത്. എങ്ങനെ അല്ലാതെ പറഞ്ഞാൽ അത് ഞാൻ പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാമൻ്റെ കഥ നമ്മൾ കേട്ടുകഴിഞ്ഞു. രാമൻ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭക്തജനങ്ങളുടെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടാവും, ഭയങ്കര ഷോക്കാവും. അങ്ങനെയല്ല, അവർ തമ്മിലൊരിക്കലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. മഹാരാജാവാണ് സീതയെ ഉപേക്ഷിച്ചത്, അല്ലാതെ ഭർത്താവ് സീതയെ ഉപേക്ഷിച്ചിട്ടില്ല. അവർ ആത്മാവും ശരീരവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ ആത്മാവും ശരീരവും തമ്മിൽ ഒരിക്കലും പിരിയണം. ശരീരം മണ്ണിനടിയിലേക്ക് പോകും, ആത്മാവ് അതിൽ നിന്നും എന്നുള്ളൊരു അർത്ഥം വരാത്ത, അങ്ങനൊരു നിഗൂഢമായൊരു അർത്ഥം വാൽമീകി ഉദ്ദേശിക്കുന്നുണ്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് മാനുഷാന്ത പ്രതിഷ്ഠാന്തമോ ശാശ്വതി സമ ക്രമിൻ്റെ വിതരാദേഹം എന്നതിൽ കാമമോഹിതം എന്ന് വാൽമീകി പറയുന്നത്. അപ്പോൾ വളരെ പ്രിയപ്പെട്ടതായ, വളരെ സ്നിഗ്ധരായ 2 ദമ്പതിമാരെ, 2 കപ്പിൾസിനെ, ഏറ്റവും ഉത്തമപുരുഷനായ മര്യാദ പുരുഷോത്തമനായ രാമനെ അതിൻ്റെ സെൻട്രൽ ക്യാരക്ടറാക്കി അവതരിപ്പിച്ച് രാമനെ വില്ലനുമാക്കി അവതരിപ്പിച്ച് വളരെ ഗംഭീരമായ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൃതിയാണല്ലോ വാൽമീകി രാമായണം. ആ വാൽമീകി രാമായണത്തിൻ്റെ ഉള്ളടക്കമാണ് ഈ സീതായനം. ഇത് നിങ്ങൾ വീട്ടിൽ തരുമെങ്കിൽ ഞാൻ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക. ഇത് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് പുരാണ കഥ പറയിപ്പിക്കുമ്പോൾ വളരെ മുതൽക്കൂട്ടായ ഒരു കഥയാണ്. കൃഷ്ണായനത്തിന് എനിക്ക് നിങ്ങൾ തന്ന ഒരുപാട് വേദികളുണ്ട്, എനിക്ക് കൃഷ്ണായനത്തിന് തന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കഥയാണ് ഈ സീതായനം. ആ സീതായനത്തിൽ നിങ്ങൾ എനിക്ക് ഈ വർഷം വേദി തരുമെന്ന് പ്രതീക്ഷയാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്.